ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രസ്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹൈദരാബാദി ഫുഡായാലോ? ഹൈദരാബാദി സ്റ്റൈലിലുള്ള ഹലീമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇത് നമ്മുടെ കണ്ണൂരുകാരുടെ അൽസയുമായിട്ട് ഇത് ബന്ധമുണ്ട് കേട്ടോ. കുറച്ച് അൽസയുടെ ആ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഇത് ഹൈദരാബാദികൾ അവരുടെ ഈദിനും അല്ലാതെയുള്ള സൽക്കാരങ്ങൾക്കും ഒക്കെ തയ്യാറാക്കുന്ന ഒരു ഹെൽത്തിയും ഹെവിയുമായിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. ഇത് നല്ല ഹെവി ആയതുകൊണ്ട് തന്നെ വേറെ ഫുഡൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഡിന്നറിൻ്റെ സമയത്തായാലും ലഞ്ചിന് കഴിക്കുമ്പോഴും ഈ ഹലീം മാത്രം കഴിച്ചാൽ മതി. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഫുൾ ഗോതമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫുൾ ഗോതമ്പ് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഫുൾ ഗോതമ്പാണ് ഇതിന് ഉപയോഗിക്കുക. പിന്നെ നുറുക്ക് ഗോതമ്പ് ചിലർ ഉപയോഗിക്കാറുണ്ട്. ഇത് ശരിക്കും ട്രഡീഷണലായിട്ട് ഇതിൻ്റെ ഫുൾ ഗോതമ്പാണ് ഉപയോഗിക്കുക. ഇത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് നല്ല ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി 2 മണിക്കൂർ നേരം വെക്കണം. അപ്പം നമുക്കിത് കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വെന്ത് വരും. അതിന് വേണ്ടിയാണ് സോക്ക് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് ഒരു 2 ടീസ്പൂൺ വേണം. പിന്നെ തുവരപ്പരിപ്പ് അത് 2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ചനാ ദാലാണ്, മറ്റേ കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ. എല്ലാം 2 ടേബിൾ സ്പൂൺ വീതമാണ് വേണ്ടത്. പിന്നെ ചെറുപയർ പരിപ്പ് അതും 2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് മസൂർ ദാലാണ്. ഈ ചുമന്ന കളറിലുള്ള പരിപ്പാണ്. ഇത് എറണാകുളം ഭാഗത്ത് ഉപയോഗിക്കൽ കുറവാണ്. കണ്ണൂർ ഭാഗത്തൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ബസ്മതി റൈസാണ് കേട്ടോ. അത് 2 ടേബിൾ സ്പൂൺ ബസ്മതി റൈസ്. ഈ പരിപ്പ് തന്നെ നമുക്ക് എല്ലാം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. 1ഓ 2ഓ നമുക്ക് ഒഴിവാക്കിയാലും പ്രശ്നമില്ല. ഒരു പരിപ്പ് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ആ 2 ടേബിൾ സ്പൂൺ വേറെ പരിപ്പ് ഇത്തിരി കൂടി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അളവ് കറക്റ്റായിട്ട് വരും. എന്നിട്ട് ഇതൊന്ന് കഴുകി എടുക്കണം. ഈ പരിപ്പെല്ലാം കൂടി കഴുകി എടുത്തിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. 30 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. 2 മണിക്കൂർ ഗോതമ്പ് സോക്ക് ചെയ്യാൻ വെച്ചു. 30 മിനിറ്റ് ഇതും സോക്ക് ചെയ്യാൻ വെക്കാം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ ഗരം മസാല 1 ടേബിൾ സ്പൂൺ വേണം. പിന്നെ വേണ്ടത് മട്ടനാണ്. ഞാൻ മട്ടനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കാം, ബീഫ് വെച്ചിട്ടും തയ്യാറാക്കാം കേട്ടോ. നല്ല ഇറച്ചിയുള്ള സൈസ് ഇങ്ങനെ വലിയ പീസായിട്ടാണ് വേണ്ടത്, ചെറിയ പീസാക്കരുത്. ഇനി നമുക്ക് കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രഷർ കുക്കറിലാണ് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അത്രയും ഓയിൽ ആഡ് ചെയ്യണം. ഇത് അവസാനം ഹലീം ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒനിയനാണ് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. അത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്യണം കേട്ടോ. ഓൾമോസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത് ഞാൻ ഓയിലിൽ നിന്ന് മാറ്റുവാണ് കേട്ടോ. ഇത് സവാള ഓയിലിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ നമ്മളൊന്ന് നന്നായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് ഒന്നുകൂടെ ക്രിസ്പി ആയിട്ട് വരുള്ളൂ. കണ്ട, ഇതുപോലെ ഇങ്ങനെ നിരത്തിയിട്ട് കൊടുക്കണം. ഒന്നിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കട്ടി പിടിച്ചിരിക്കുകയും ചെയ്യും, പിന്നെ ക്രിസ്പി ആയിട്ട് വരികയുമില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അടർത്തി ഇട്ട് കൊടുക്കണം. ഞാൻ 1 ട്രിപ്പ് ഫ്രൈ ചെയ്യുന്നതേ കാണിക്കുന്നുള്ളൂ. രണ്ടാമത് കൂടി ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 സവാള ഫ്രൈ ചെയ്തു മാറ്റി. ഇനി വേണ്ടത് 2 സവാള വേറെ കറിക്ക് വേണ്ടിയിട്ടാണ്. അതും ആ ഓയിലിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇതേപോലെ ക്രിസ്പി ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, മട്ടൻ കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ 2 സവാള നേരിയതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇട്ടു. എന്നാൽ ഇതുപോലെ കളറ് മാറി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട്. കുറച്ച് ഓയിൽ അധികം ഉണ്ട് കേട്ടോ, ഇതുപോലെ വേണം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഓയിലിൽ കിടന്ന് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരണം. ആ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ മഞ്ഞൾ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ആ പച്ച ചൊവയൊക്കെ മാറി ഇതുപോലെ ആയി വരുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം.
പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ടിട്ട് പിന്നെയും അതുപോലെ തന്നെ ഇതുപോലെ മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മട്ടൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വലിയ പീസായിട്ട് വേണം ആക്കാനായിട്ട്. മട്ടൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യണം. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വലിയ പീസായിട്ട് ഇട്ടെങ്കിലാണ് നമ്മൾ ഹലീം റെഡിയായി കഴിയുമ്പോൾ ആ ഇറച്ചീൻ്റെ ആ ഒരു നാര് പോലെ ഇങ്ങനെ വലിയുന്ന പോലെ ഉണ്ടാകും ഹലീം. അതാണ് അതിൻ്റെ ശരിക്കുമുള്ള രീതി. ചെറിയ പീസായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരില്ല. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ആദ്യം കുക്ക് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ടും കുക്ക് ചെയ്യേണ്ടതുണ്ട്. ആദ്യം ഒരു വിസിൽ വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞു കണ്ട. എന്നിട്ട് ഇതിലേക്ക് 4 കപ്പ് വെള്ളം ആഡ് ചെയ്യണം. 4 കപ്പ് വെള്ളം ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്തു. പിന്നെ പുതിന ഇലയും പിന്നെ മല്ലിയിലയും ഇതിൽ ആഡ് ചെയ്യണം. അത് ഇഷ്ടമനുസരിച്ച് ഇടാം കേട്ടോ. മല്ലിയിലയും പുതിനയിലയും ഇട്ടു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 1 മണിക്കൂർ വെക്കണം. ഇതിങ്ങനെ ഇറച്ചി നന്നായിട്ട് വെന്ത് അങ്ങ് കുഴഞ്ഞു വരണം. അതുവരെ കുക്ക് ചെയ്യണം. അതിന് വേണ്ടി 1 മണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇനി നമുക്ക് വേറൊരു കുക്കറിലേക്ക് നമ്മൾ ആദ്യം സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പുണ്ടല്ലോ അത് ആഡ് ചെയ്തു. കഴുകിയെടുത്തിട്ട് പിന്നെ പരിപ്പ്, എല്ലാ പരിപ്പും പിന്നെ അരിയും ബസ്മതി റൈസും ഉണ്ടായല്ലോ അതും എല്ലാം തന്നെ കഴുകിയെടുത്തത് ഈ കുക്കറിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഏലക്ക ഒരു 5 എണ്ണം, ഗ്രാമ്പൂ 5, പിന്നെ പട്ടയുടെ ഒരു ചെറിയൊരു പീസ്, പിന്നെ ഒരു ബേ ലീഫ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ആഡ് ചെയ്തു. പിന്നെ 1.5 ലിറ്റർ വെള്ളം ചേർക്കണം. അധികം വെള്ളം ചേർത്തിട്ട് വേണം പരിപ്പ് വേവിക്കുന്നതിന് വേണ്ടിയിട്ട്. ഗോതമ്പും പരിപ്പും എല്ലാം ഉണ്ടല്ലോ അതുകൊണ്ടാണ്. എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് ഇതും 1 മണിക്കൂർ നേരം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വിസിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ 1 മണിക്കൂർ നേരം കുക്ക് ചെയ്യാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതാ മട്ടൻ വെന്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. ഉണ്ടെങ്കിൽ നോക്കുമ്പോൾ മട്ടൻ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. എന്നിട്ട് തുറന്ന് വെച്ചിട്ടും ഒന്ന് കുറച്ചുകൂടി ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. തുറന്ന് വെച്ചിട്ടും ഒന്നുകൂടി കുക്ക് ചെയ്യുന്നുണ്ട്. കണ്ട വെള്ളം കുറേ വറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ ആ നെയ്യും ആ വെള്ളവും കൂടി കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. ഇത് അവസാനം നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്, ഹലീമിൽ ചേർക്കാനുണ്ട്. അതിലുള്ള നെയ്യെല്ലാം മാറ്റിയിട്ട് ആ മട്ടൻ ഉണ്ടല്ലോ അത് ഇതുപോലെ ഉടച്ചെടുക്കണം. നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു നാര് പോലെ ഉണ്ടാവും ഈ മട്ടൻ്റെ. അതുപോലെ ആയി വരണം. നന്നായിട്ട് തന്നെ ഇങ്ങനെ ഉടയ്ക്കണം. ബോൺലെസ്സാണ് എടുക്കേണ്ടത് കേട്ടോ ഇറച്ചി. ചിക്കനാണെങ്കിലും മട്ടനാണെങ്കിലും എല്ലില്ലാത്ത ഇറച്ചി വേണം ഉപയോഗിക്കാൻ. കണ്ട ഇതുപോലെ ഇതിപ്പോൾ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. ഇത് സൈഡിലിരിക്കട്ടെ. ഇനി നമുക്ക് പരിപ്പ് നോക്കാം. കണ്ട പരിപ്പും ഇതുപോലെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ ബേ ലീഫ് എടുത്ത് മാറ്റുന്നുണ്ട്. പരിപ്പും നന്നായിട്ട് തന്നെ വെന്തുടയണം. പരിപ്പും ആ ഗോതമ്പുണ്ടല്ലോ ഗോതമ്പിന് കുറച്ച് വേവുണ്ട്. അതുകൊണ്ടാണ് ഈ 1 മണിക്കൂർ വെക്കുന്നത്. കണ്ട പരിപ്പ് ഇതുപോലെ തന്നെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് വലിയൊരു കടായിലേക്ക് ഈ പരിപ്പ് ആഡ് ചെയ്യാം. കണ്ട പരിപ്പ് പായസം പോലെയുണ്ട്. ഈ പരിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ആ ഇറച്ചി ഉണ്ടല്ലോ മട്ടൻ അതും ഇതിലേക്ക് ആഡ് ചെയ്യാം. മട്ടനും ആ ഇറച്ചിയും എല്ലാം കൂടി കിടന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കായിട്ട് വരണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയും വേണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം.
നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഇത് മിക്സാക്കി ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഗരം മസാല ആഡ് ചെയ്താൽ മതി കേട്ടോ. കണ്ട, ഈ സമയത്ത് ഞാൻ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ആ ഓയിലുണ്ടല്ലോ, ഓയിലും ഇറച്ചിയുടെ വെള്ളവും കൂടി ചേർന്നിട്ടുള്ള അതും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് വെള്ളം വറ്റി വരുന്നതനുസരിച്ച് ആ ഓയിൽ കുറച്ച് വിധം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ മൊത്തം ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ട, ആ ഒരു മസാലയും എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവുമാണ് കേട്ടോ ഈ ഹലീമിന്. ആ ഇറച്ചീൻ്റെ ആ നാര് പോലെ കാണുന്നതുണ്ട്, ഞാൻ സ്പൂണിലിങ്ങനെ പൊക്കി കാണിക്കുന്ന അതുകൊണ്ടാണ്. ആ നാര് പോലെ ഇങ്ങനെ വരണം. അതാണ് ശരിക്കും ട്രഡീഷണലായിട്ട് ഹലീം തയ്യാറാക്കുമ്പോൾ ഉണ്ടാവുക. കണ്ടോ, ഇപ്പോൾ ഹലീം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് വരേണ്ടത് കേട്ടോ. നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഹലീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒനിയൻ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യാം. ഇനി മൊത്തത്തിലായിട്ട് ഗാർണിഷ് ചെയ്യണമെന്നില്ല. സെർവ് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് പ്ലേറ്റുകളിലായിട്ടും വേണമെങ്കിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് മല്ലിയില ഇട്ടു. പിന്നെ കാഷ്യൂ ഇട്ട്. കാഷ്യൂ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു, അതും കൂടി ആഡ് ചെയ്തു. പിന്നെ ഇഞ്ചി നീളത്തിൽ മുറിച്ചെടുത്തതാണ്, അതും കൂടി ആഡ് ചെയ്തു. ഇനി സെർവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതുപോലെ പാത്രത്തിലേക്ക് ആവശ്യത്തിന് എടുത്തിട്ട് അതിൻ്റെ മുകളിലും ഒനിയനും നട്ട്സും എല്ലാം ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹലീം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.